രുചികൾ തേടിയുള്ള പീപ്പീസ് വേൾഡിൻ്റെ യാത്രയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സമയം ഏകദേശം ഉച്ച കഴിഞ്ഞ് 2:45 ആയപ്പോഴാണ് യാത്ര തുടങ്ങിയത്. തെക്കി ബസാറിലെത്തിയപ്പോൾ വിചാരിച്ചു ധനലക്ഷ്മി ഹോസ്പിറ്റലിന് സമീപമുള്ള മലയാറ്റൂർ ഹോട്ടലിലേക്ക് വിട്ടാലോന്ന്. കണ്ണൂരിൽ ഊണ് കിട്ടുന്ന ഹോട്ടലുകളിൽ പണ്ട് മുതലേ ഫേമസ് ആയിട്ടുള്ള പേരാണ് മലയാറ്റൂർ ഹോട്ടൽ. കണ്ണൂരിൽ 2 മലയാറ്റൂർ ഹോട്ടലുകളുണ്ട്. പഴയത് കണ്ണൂർ സബ് ജയിലിന് സമീപവും പുതിയത് കണ്ണൂർ ധനലക്ഷ്മി ഹോസ്പിറ്റലിന് സമീപവും. 2 സ്ഥലത്തും ഫുഡൊക്കെ സെയിം ആണ്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ണൂർ ധനലക്ഷ്മി ഹോസ്പിറ്റലിന് സമീപമുള്ള മലയാറ്റൂർ ഹോട്ടലിന് സമീപം എത്തി. ഹോട്ടലിന് സമീപം തന്നെ പാർക്കിങ്ങും അവൈലബിൾ ആണ്. ഇവിടേക്ക് വരുമ്പോൾ സമയം 2:45 കഴിഞ്ഞതുകൊണ്ട് ഫുഡൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകുമോ എന്ന സംശയത്താലാണ് വന്നത്. കയറി നോക്കിയപ്പോൾ ആ സമയത്തും നല്ല തിരക്കായിരുന്നു. കൈയൊക്കെ കഴുകി സീറ്റും കിട്ടിയിരിക്കുമ്പോഴേക്കും വാഴയില കൊണ്ടുവച്ചു. അപ്പോഴേക്കും നല്ല കുറുവ അരിയുടെ ചോറും വന്നു. ഇനി നമുക്ക് കറിയൊഴിക്കുവാൻ വേണ്ടി 2 ചെറിയ കുഴി അതിലേക്ക് ആക്കി വെക്കാം. ഇതുപോലെ. അപ്പോഴേക്കും ഒരു കുഴിയിലേക്ക് സാമ്പാർ വന്നു. രണ്ടാമത് വന്നത് മത്സ്യക്കറി. പിന്നെ അതിൻ്റെ കൂടെ തൊടുകറികളായിട്ട് കാളനും നല്ല നാരങ്ങ അച്ചാറും പിന്നെ കോട്ടപ്പയർ വറവും. ഇതാണ് ഇവിടുത്തെ നോർമൽ ഊണ്. 55 രൂപയാണ് ഈ ഒരു ഊണിന് ഇവർ ഈടാക്കുന്നത്. ഇതിൻ്റെ കൂടെ ഒരു ചെറിയ ഗ്ലാസ് മോരും വെള്ളം കൂടി കിട്ടും. സമയം വൈകിയത് കൊണ്ട് സ്പെഷ്യലൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകും എന്ന് കരുതി സ്പെഷ്യലിനൊന്നും കാത്തിരിക്കാതെ ചോറ് കഴിക്കാൻ തുടങ്ങി. മീൻകറിയും സാമ്പാറും കൂടി കുഴച്ച ചോറിനകത്ത് ആ വറവും കാളനും നാരങ്ങ അച്ചാറും കൂടി കഴിക്കാൻ തന്നെ ഒരു പ്രത്യേക രുചിയാണ്. ചോറങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സ്പെഷ്യൽ സെർവ് ചെയ്യുന്ന ആൾ വന്നത്. ഒരു അയക്കൂറ ഫ്രൈ ഇട്ടോളാൻ പറഞ്ഞു. മീൻ ഫ്രൈകളിൽ അയക്കൂറ മാത്രമേ ബാക്കിയുണ്ടായിട്ടുള്ളൂ. ബാക്കിയൊക്കെ നേരത്തോടെ കഴിഞ്ഞു എന്ന് പറഞ്ഞു. നല്ല പൊടിച്ചലുള്ള അയക്കൂറയായിരുന്നു. 145 രൂപയാണ് ഈ ഒരു അയക്കൂറ ഫ്രൈക്ക് ഈടാക്കുന്നത്. നമ്മുടെ അടുത്ത സ്പെഷ്യൽ കൂടി എത്തിയിട്ടുണ്ട്, ചെമ്മീൻ റോസ്റ്റ്. ഇതൊരു ചെറിയ പോർഷനായിട്ടാണ് സെർവ് ചെയ്യുന്നത്. 125 രൂപയാണ് ഈ ഒരു ചെമ്മീൻ റോസ്റ്റിൻ്റെ വില. നല്ല വലിപ്പമുള്ള ചെമ്മീനായിരുന്നു. ചെമ്മീൻ ഫ്രൈ ചെയ്തതിന് ശേഷം ഉള്ളിയും മസാലയും ഒക്കെ ഇട്ട് മിക്സ് ചെയ്യുന്നതാണ് ഇത്. ചെമ്മീൻ്റെ പീസും അതിൻ്റെ കുറച്ച് മസാലയും എടുത്ത് ചോറിൻ്റെ കൂടെ നന്നായി മിക്സ് ചെയ്ത് കഴിക്കണം. നല്ല പൊളി സാധനം. ചെമ്മീനും കൂട്ടി ചോറ് കഴിക്കുമ്പോഴേക്കും മലയാറ്റൂരിലെ ഹൈലൈറ്റ് സാധനം ഇങ്ങെത്തി. നല്ല കിടുക്കാച്ചി ബീഫ്. മലയാറ്റൂരിലേക്ക് അധികവും വരുന്നത് തന്നെ ഈ ബീഫും ചോറും കൂടി മിക്സ് ചെയ്ത് കഴിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ബീഫ് കുറച്ച് ചോറിലേക്ക് ഒഴിച്ചതിന് ശേഷം അതിൽ നിന്നും ഒരു പീസ് എടുത്ത് പൊട്ടിച്ച് നോക്കാം. വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നന്നായി വെന്ത നല്ല കിടിലൻ ബീഫായിരുന്നു. അപ്പോൾ ബീഫ് കൂടി വന്ന സ്ഥിതിക്ക് ഇനി നമുക്ക് ചോറിൻ്റെ കൂടെ പയറും നാരങ്ങാച്ചാറും കാളനും ചെമ്മീനും ബീഫും ഒക്കെ വെച്ച് നല്ല പോലെ മിക്സ് ചെയ്ത് അങ്ങ് കഴിക്കാം. ഇതാണ് ഇവിടെ ചോറിൻ്റെ കൂടെ കിട്ടുന്ന സംഭാരം. ഇനി കുറച്ച് സംഭാരം കൂടി അതിലേക്ക് ഒഴിച്ച് എല്ലാം കൂടി മിക്സ് ചെയ്ത് നമുക്ക് ഫിനിഷാക്കി കളയാം. അപ്പോൾ ഈ കിടിലൻ ബീഫും ചോറും ഒക്കെ കിട്ടുന്ന സ്പോട്ട് മറക്കണ്ടേ, കണ്ണൂരിലെ ഫേമസ് ആയിട്ടുള്ള മലയാറ്റൂർ ഹോട്ടൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്